തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, അബൂ യഹ്യ, താങ്കളുടെ കച്ചവടം ലാഭകരമായി. ആരാണ് ആ സ്വഹാബി? റോമക്കാരൻ എന്ന പേരിൽ അറിയപ്പെട്ട സംഭവബഹുലമായ ആ ജീവിതത്തിനുടമയായ സ്വഹാബിയുടെ കഥ എന്താണ്? ചരിത്രം കേൾക്കാം. റോമക്കാരൻ, യൂറോപ്യൻ എന്ന പേരിൽ അറിയപ്പെട്ട ആ സ്വഹാബി പക്ഷേ യഥാർത്ഥത്തിൽ അറബി തന്നെയായിരുന്നു. പിന്നെ എങ്ങനെയാണ് യൂറോപ്യനായ സ്വഹാബി, റോമക്കാരനായ സ്വഹാബി എന്ന പേര് അവർക്ക് വന്നത്? യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് നുമൈരി ഗോത്രക്കാരനും മാതാവ് തമീമി ഗോത്രക്കാരിയുമായിരുന്നു. പിന്നെ എങ്ങനെയാണ് സുഹൈബ് റൂമിയായി മാറിയത്? അതിൻ്റെ പിന്നിലുള്ളത് അവിസ്മരണീയമായ സംഭവജനകമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇറാഖിലെ ബസറയുടെ ഭാഗമായ ഒരു പൗരാണിക പട്ടണമായിരുന്നു ബുല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തിൻ്റെ 20 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഭരണം നടത്തിയിരുന്നത് സിനാൻ ഇബ്നു മാലിക് അൻ-നുമൈരി എന്ന ആളായിരുന്നു. പേർഷ്യൻ ചക്രവർത്തി കിസ്റായുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം അവിടെ ഭരണം നടത്തിയത്. സിനാൻ ഇബ്നു മാലിക് തൻ്റെ മക്കളിൽ ഏറ്റവും സ്നേഹം കാണിച്ചത് അന്ന് 5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന സുഹൈബിനോടായിരുന്നു. പൂവിൻ്റെ ഇതളുകൾ പോലെയുള്ള മനോഹരമായ മുഖവും സ്വർണ്ണ നിറത്തിൽ പാറിപ്പറക്കുന്ന സുന്ദരമായ മുടിയും ആരെയും ആകർഷിക്കുന്ന സുന്ദരമായ സംസാര ചാതുരിയും ഓടി നടക്കുന്ന കുഞ്ഞുമോനെ എല്ലാവരും ഒന്ന് നോക്കിപ്പോകും. ബുദ്ധികൂർമ്മതയുള്ള കുട്ടി, തെളിഞ്ഞ മുഖവും മനസ്സും. ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴെല്ലാം സിനാൻ ഇബ്നു മാലിക്കിന് ഭരണത്തിൻ്റെ സങ്കടങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടുകയായിരുന്നു. അത്രമാത്രം ആ പൊന്നുമോനെ പിതാവ് സ്നേഹിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സുഹൈബിൻ്റെ മാതാവ് സുഹൈബിനെയും നിരവധി പരിചാരകരെയും കാവൽഭടന്മാരെയും എല്ലാം കൂട്ടി ഇറാഖിലെ സനിയിലേക്ക് ഒരു ഉല്ലാസയാത്ര പോയി. ആ സമയത്താണ് റോമക്കാരുടെ ഒരു സൈന്യം ആ പ്രദേശത്തേക്ക് കയറി വന്നത്. ഇവർ നേരെ ചെന്നുപെട്ടത് റോമക്കാരുടെ മുമ്പിൽ. റോമക്കാർ ഇവരെ ആക്രമിച്ച് കാവൽഭടന്മാരെയൊക്കെ വകവരുത്തി കൊന്ന് സ്ത്രീകളെ പലരെയും തടവുകാരികളായി പിടിക്കുകയും ബാക്കിയുള്ളവരൊക്കെ അവർ കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു. ഇവരുടെ സ്വത്തും സമ്പാദ്യങ്ങളെല്ലാം തട്ടിയെടുത്ത് കുറേ ആളുകളെയും കൊണ്ട് ആ സംഘം യാത്ര പോയി. ബന്ദികളായി പിടികൂടപ്പെട്ടവരുടെ കൂട്ടത്തിൽ കൊച്ചു ബാലനായ സുഹൈബും ഉണ്ടായിരുന്നു. അവർ സുഹൈബിനെ ഒരു അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. അത് വീണ്ടും വീണ്ടും കൈമറിഞ്ഞ് നിരവധി ഉടമകളിലൂടെ സുഹൈബ് കൈമാറപ്പെട്ടു. റോമിലെ ഓരോ കൊട്ടാരങ്ങളിലും നിരവധി വേലക്കാരുണ്ടായിരുന്നു. ആ വേലക്കാരുടെ കൂട്ടത്തിലേക്കാണ് കൊച്ചു സുഹൈബ് എത്തിപ്പെട്ടത്. റോമിലെ സമൂഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം, തനിനിറം നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ ഇത് സുഹൈബിന് അവസരം നൽകി. മനുഷ്യത്വമോ നന്മയോ നീതിബോധമോ ഒന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, കേവലം സുഖവും ആസ്വാദനവും അത്തരത്തിലുള്ള മലീമസമായ ചിന്തകളാൽ മാത്രം ഡ്രൈവ് ചെയ്യുന്ന മാനസികാവസ്ഥകളുമായി അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളുടെ സ്വഭാവം സുഹൈബിനെ വല്ലാതെ വിഷമിപ്പിച്ചു. എന്തൊരു സ്വഭാവമാണിത്, എന്തൊരു ജനതയാണിത്! ധാർമ്മികത നിശേഷമില്ലാത്ത ഒരു സമൂഹം. ഒരു മഹാപ്രളയം വന്നാലല്ലാതെ ഇവരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല, പാഠം പഠിക്കില്ല എന്ന് സുഹൈബ് ഒറ്റക്ക് പറഞ്ഞു. അങ്ങനെ റോമിൻ്റെ അടിമത്വത്തിൽ ജീവിക്കുന്നതിനിടയിൽ യുവാവായി ബാല്യം പിന്നിട്ട് കൗമാരത്തിലേക്ക് എത്തിയ ഒരു യുവാവായി മാറി സുഹൈബ്. അതിനിടെ തൻ്റെ യഥാർത്ഥ ഭാഷയായ അറബി പതുക്കെ മറന്നു തുടങ്ങിയിരുന്നു. അവിടെയുള്ള ഭാഷകൾ, യൂറോപ്യൻ ഭാഷകളൊക്കെ സ്വായത്തമാക്കി. ഇങ്ങനെയൊക്കെയാണെങ്കിലും മരുഭൂവാസികളായ അറബിയുടെ മകനാണ് എന്ന കാര്യം മറന്നതേയില്ല. ഈ അടിമത്തത്തിൽ നിന്ന് എന്നായിരിക്കും മോചനം കിട്ടുക? തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കുടുംബത്തെയും കാണുവാൻ ആശിച്ചുകൊണ്ട് ഓരോ ദിവസങ്ങളും പ്രതീക്ഷയോടെ കഴിച്ചുകൂട്ടി സുഹൈബ്. അറബ് നാട്ടിലേക്ക് വീണ്ടും യാത്ര ചെയ്യാനുള്ള വല്ലാത്ത താല്പര്യം വർദ്ധിപ്പിച്ച ഒരു സംഭവം അതിനിടയിലുണ്ടായി. തൻ്റെ യജമാനന്മാരിൽപ്പെട്ട ഒരാളോട് ഒരു വലിയ ക്രിസ്ത്യൻ പണ്ഡിതൻ ഇങ്ങനെ പറയുന്നത് സുഹൈബ് കേട്ടു. അറേബ്യയിലെ മക്കയിൽ മറിയമിൻ്റെ മകൻ ഐസയെ സത്യപ്പെടുത്തുന്ന ഒരു പ്രവാചകൻ പ്രത്യക്ഷപ്പെടാൻ സമയമായി. ആ പ്രവാചകർ ജനങ്ങളെ അന്ധകാരത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുക. ഇത് സുഹൈബിൽ വലിയ ഓളങ്ങൾ സൃഷ്ടിച്ചു. എങ്ങനെയെങ്കിലും ആ പ്രവാചകരെ കാണണം, ആ പ്രവാചകരുടെ കൂടെ കൂടണം. അതിനു വേണ്ടിയുള്ള ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സുഹൈബ്. അങ്ങനെയിരിക്കെ അടിമത്വത്തിൻ്റെ ഈ കൈപ്പേറിയ അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കിട്ടിയ ഒരവസരം നന്നായി മുതലെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു സുഹൈബ്. നേരെ തിരിച്ചത്
നാടുകളുടെയൊക്കെ ഉമ്മ എന്ന പേരിൽ ഉമ്മുൽ ഖുറ എന്ന പേരിൽ അറിയപ്പെടുന്ന മക്കയിലേക്കായിരുന്നു. അവിടെയാണ് ആ പ്രവാചകർ നിയോഗിക്കപ്പെടുക. വൈകാതെ തന്നെ മക്കയിലെത്തി സുഹൈബ് മക്കയിൽ സ്ഥിരതാമസമാക്കി. റോമിൽ നിന്ന് വന്ന ആൾ, അതോടൊപ്പം ചുവന്ന തുടുത്ത പ്രത്യേകമായ സൗന്ദര്യത്തിനുടമയായ സ്വർണ്ണ നിറത്തിലുള്ള മുടിയുമുള്ള, അതോടൊപ്പം അറബി സംസാരത്തിലും കുറച്ച് വ്യത്യസ്തതകൾ അപ്പോഴത്തേക്കും വന്നിരുന്നു. റോമൻ ഭാഷയുടെ കലർവും എല്ലാം ചേർന്ന് അവരെല്ലാവരും സുഹൈബ് റൂമി എന്ന് വിളിച്ചു. അങ്ങനെയാണ് റോമക്കാരൻ, യൂറോപ്യൻ ആയ സുഹൈബ് എന്ന് അവർ വിളിക്കാൻ തുടങ്ങിയത്. അറബികളിൽ നിന്ന് വ്യത്യസ്തമായ അല്പം കനമുള്ള സംസാരം കൂടിയായിരുന്നു സുഹൈബ് റൂമിയുടേത്. മക്കയിലെ പ്രമാണിമാരിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ജുദ്ആൻ എന്നവരുമായി സുഹൈബ് റൂമി അടുപ്പത്തിലാവുകയും അവർ ഒന്നിച്ച് ബിസിനസ്സുകൾ ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ വലിയ സാമ്പത്തിക അവസ്ഥയിലേക്ക് സുഹൈബ് റൂമി മാറുകയും ചെയ്തു. എന്നാൽ വ്യാപാരമോ സമ്പത്തോ സൗകര്യങ്ങളോ തേടി വന്നതല്ല സുഹൈബ്. താൻ തേടി വന്ന ആ മഹാസത്യത്തിൻ്റെ പ്രവാചകർ എവിടെയാണുണ്ടാവുക, അതിനെക്കുറിച്ച് രഹസ്യമായി അന്വേഷണം തുടർന്നു സുഹൈബ് റൂമി. ഒരിക്കൽ ദീർഘമായ ഒരു കച്ചവട യാത്ര കഴിഞ്ഞ് മക്കയിലെത്തിയ സുഹൈബ് റൂമി ദീർഘനാളിന് ശേഷം യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ കേട്ടത്, അത് സംഭവിച്ചിരിക്കുന്നു. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകരായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വലിയ സന്തോഷമുള്ള വാർത്തയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഇത് പറഞ്ഞ ആളോട് സുഹൈബ് റൂമി ചോദിച്ചു, ആ വ്യക്തി തന്നെയല്ലേ അൽ അമീൻ? അതെ, തീർച്ചയായിട്ടും ആ വ്യക്തി തന്നെയാണ്. അവരിപ്പോൾ എവിടെയാണുള്ളത്? ദാറുൽ അർഖമിലാണുള്ളത്. ഇബ്നു അബ്ദി മനാഫിൻ്റെ വീടായ ദാറുൽ അർഖമുള്ളത് സൊഫാ മലയുടെ അടുത്താണ്. അങ്ങോട്ട് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ച സുഹൈബിനോട് അവർ പറഞ്ഞു, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ശത്രുക്കളുണ്ട്, ഇതിഷ്ടപ്പെടാത്ത ആളുകൾ. അവർ നിങ്ങളെ കണ്ടാൽ വകവരുത്തും. അവർക്കിത് ഒട്ടും ഇഷ്ടമല്ല. നിങ്ങളെ, പ്രത്യേകിച്ച് ഈ നാട്ടുകാരനല്ലാത്തത് കൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ ഗോത്രം പോലും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് സൂക്ഷ്മമായി വേണം കാര്യങ്ങൾ ചെയ്യാൻ. പാത്തും പതുങ്ങിയും ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ ദാറുൽ അർഖം ലക്ഷ്യമാക്കി സുഹൈബ് റൂമി ചെന്നു. അവിടെ എത്തി ആ വാതിലിൻ്റെ പുറത്ത് നോക്കുമ്പോൾ നേരത്തെ തനിക്ക് പരിചയമുള്ള അമ്മാർ ഇബ്നു യാസിർ അവിടെ നിൽക്കുന്നു. അല്പമൊന്ന് ശങ്കിച്ചുവെങ്കിലും, ചെറിയ ഒരു പരിഭവമുണ്ടായെങ്കിലും ധൈര്യം വീണ്ടെടുത്ത് സുഹൈബ് റൂമി ചോദിച്ചു, അമ്മാർ ഇബ്നു യാസിറിനോട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അമ്മാർ ഇബ്നു യാസിർ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത്? അവർ രണ്ടുപേരും പതുക്കെ കാര്യം പറഞ്ഞപ്പോൾ രണ്ടുപേരും വന്നത് ഒരേ കാര്യത്തിനാണ് എന്നറിഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ ആശ്ലേഷിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നവരാണ് രണ്ടുപേരും. അവർ രണ്ടുപേരും ഒന്നിച്ച് ഹബീബിനെ കാണാൻ വേണ്ടി അകത്തേക്ക് ചെന്നു. അവർ രണ്ടുപേരും ചെന്നു. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അവിടുന്ന് പറഞ്ഞു കൊടുത്ത ആ മഹത്തായ ആശയങ്ങൾ കേട്ട് അവരുടെ ഹൃദയത്തിൽ പ്രകാശം നിറയുകയായിരുന്നു. പറഞ്ഞു തീരേണ്ട താമസം രണ്ടുപേരും അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരങ്ങളിലേക്ക് അവരുടെ കൈകൾ നീട്ടിക്കൊടുത്ത് അവിടുത്തോട് ബൈഅത്ത് ഉടമ്പടി ചെയ്തു. ആ മഹത്തായ ദീനിലേക്ക് അവർ പ്രവേശിച്ചു. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകരാണെന്നും ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. സന്തോഷത്തോടെ ആ സത്യസാക്ഷ്യവാചകം അവർ പറഞ്ഞു. നേരം രാത്രിയായപ്പോൾ അവരവിടുന്ന് പുറത്തിറങ്ങി. ചുറ്റും കുരാക്കൂരിട്ടായിരുന്നുവെങ്കിലും ഹൃദയത്തിൽ അവർക്ക് വെളിച്ചം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും സാഹചര്യം അവരെ ബാധിച്ചില്ല. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും മുന്നോട്ട് പൊരുതാൻ മാത്രമുള്ള കരുത്തുറ്റ ആശയത്തിൻ്റെ സ്രോതസ്സ് അവരുടെ ഹൃദയത്തിലേക്ക് ഹബീബ് കൈമാറിയിട്ടുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ, അമ്മാർ, സുമയ്യ, ഖബ്ബാബ് തുടങ്ങി നിരവധി റളിയല്ലാഹു അൻഹും സഹാബാക്കൾക്ക് നേരിട്ടതുപോലെ അതിക്രൂരമായ പീഡനങ്ങൾ സുഹൈബിനും ഏറ്റുവാങ്ങേണ്ടി വന്നു. ശത്രുക്കളിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന ക്രൂരതകൾ സുഹൈബിന് നേരെ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ ഒരു പർവ്വതമാണ് ഏറ്റുവാങ്ങിയിരുന്നതെങ്കിൽ ആ പർവ്വതം നശിച്ചില്ലാതായി പോകുമായിരുന്നു എന്ന് പോലും ചരിത്ര ഗ്രന്ഥകാരന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അത്രമാത്രം ക്രൂരതകൾ ഈ സത്യത്തിലേക്ക് വന്നതിൻ്റെ പേരിൽ മക്കയിലുള്ള ആളുകൾ അവരോട് ചെയ്തു. എന്നാൽ അതെല്ലാം ശാന്തമായിട്ടാണ് സുഹൈബ് നേരിട്ടത്. കാരണം സ്വർഗത്തിലേക്കുള്ള വഴി ദുർഘടമാണ് എന്ന് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു അറിയാമായിരുന്നു. പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമായി പ്രതിസന്ധികളിലൂടെ ആ ജീവിതങ്ങളെല്ലാം കടന്നുപോയി. അങ്ങനെ ഇരിക്കെയാണ് മദീനയിലേക്ക് പലായനം ചെയ്യാൻ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുമതി കൊടുത്തത്.
നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഒന്നിച്ച് യാത്ര പോകുമ്പോൾ കൂടെ പോകണമെന്ന് സുഹൈബ് അർ-റൂമി ആഗ്രഹിച്ചു. അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തതാണ്. പക്ഷേ നടന്നില്ല. ശത്രുക്കൾ ധാരാളം സമ്പത്തുമായി സുഹൈബ് അർ-റൂമി ഈ നാട് വിടുന്നതിനെക്കുറിച്ച് അറിഞ്ഞു. മണത്തറിഞ്ഞ ശത്രുക്കൾ ആ സ്വർണവും വെള്ളിയും മറ്റ് ധാരാളം സമ്പത്തും കൊണ്ട് മക്ക വിടാൻ സുഹൈബിനെ സമ്മതിക്കില്ല എന്ന് തീരുമാനിക്കുകയും സുഹൈബിനെ നിരീക്ഷിക്കാൻ വേണ്ടി ചില പ്രത്യേകമായ ആളുകളെ വീടിന് സമീപത്ത് സദാസമയം നിർത്തുകയും ചെയ്തു. സുഹൈബിന് മനസ്സിലായി മക്ക വിട്ട് കിടക്കുക എളുപ്പമല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മദീനയിലേക്ക് ചരിത്രപ്രസിദ്ധമായ ഹിജ്റ യാത്ര പോയെങ്കിലും ഒരു നാൾ അവരോടൊപ്പം ചേരാനാകും, ആ യാത്രയിൽ പങ്കെടുക്കാനാകുമെന്ന് സുഹൈബ് ആശിച്ചെങ്കിലും ശത്രുക്കളുടെ ജാഗരൂകമായ കണ്ണുകൾ അതിന് സമ്മതിച്ചില്ല. അങ്ങനെയിരിക്കെ വലിയ ശൈത്യമുള്ള ഒരു രാത്രിയിൽ സുഹൈബ് ഒരു തന്ത്രം പ്രയോഗിച്ചു. ഇടയ്ക്കിടെ ടോയ്ലറ്റിൽ പോകാനുണ്ടെന്നത് പോലെ മറക്കിരിക്കാൻ വേണ്ടി പോകുന്നത് പോലെ കാണിച്ചു. ശത്രുക്കൾ അടക്കം പറഞ്ഞു, ഷുഹൈബിന് വയറിളക്കം ബാധിച്ചിട്ടുണ്ട്, ഇന്ന് എന്തായാലും അദ്ദേഹം യാത്ര പോവില്ല. അങ്ങനെ ശത്രുക്കളൊക്കെ ഉറങ്ങാൻ കിടന്നു. ആ സമയത്ത് വളരെ വേഗം സുഹൈബ് അർ-റൂമി മദീന ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. പക്ഷെ അല്പസമയം കഴിഞ്ഞ് ഉണർന്നപ്പോൾ സുഹൈബ് അർ-റൂമി അവിടെ കാണാതിരുന്നപ്പോൾ ശത്രുക്കൾ പറഞ്ഞു, സുഹൈബ് രക്ഷപ്പെട്ടിരിക്കുന്നു, ഒരു കാരണവശാലും സുഹൈബിനെ പോകാൻ അനുവദിച്ചുകൂടാ. അവർ പിന്തുടർന്നു. ഒരു മലമുകളിൽ വെച്ച് അവർ സുഹൈബിനെ കണ്ടെത്തി. തന്നെ പിന്തുടരുന്ന ആളുകൾ അവിടെ തൊട്ടടുത്തെത്തി എന്ന് കണ്ടപ്പോൾ തൻ്റെ ആവനാഴിയിൽ നിന്ന് ഒരു അമ്പും വില്ലും വലിച്ചെടുത്ത് അത് കുലച്ച് പിടിച്ചുകൊണ്ട് സുഹൈബ് പറഞ്ഞു, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കൂട്ടത്തിൽ നന്നായി അമ്പെറിയുന്ന ആളാണ് ഞാൻ. ആരെൻ്റെ അടുത്തേക്ക് വന്നാലും ഈ അമ്പ് ഞാൻ അയാളെ കൊള്ളിക്കും. ഇനി നിങ്ങൾ എൻ്റെ നേരെ ആക്രമണത്തിന് വേണ്ടി വരികയാണെങ്കിൽ വാളെടുത്ത് തീർച്ചയായും ഞാൻ യുദ്ധം ചെയ്യും. അപ്പോൾ ശത്രുക്കളിൽ ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നീ മക്കയിലേക്ക് വന്നത് ദുർബലനും ദാരിദ്ര്യമുള്ള അവസ്ഥയിൽ ഒന്നില്ലാതെയായിരുന്നു. നീ സമ്പാദിച്ച സമ്പത്തെല്ലാം ഞങ്ങളുടെ മക്കയിൽ വെച്ചുണ്ടാക്കിയതാണ്. ആ സമ്പത്ത് കൊണ്ട് നിന്നെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് കേട്ട സുഹൈബ് ചോദിച്ചു, എൻ്റെ സമ്പത്തെല്ലാം നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കുമോ? അവർ പറഞ്ഞു, തീർച്ചയായും. അപ്പോൾ തൻ്റെ സമ്പത്തൊക്കെ മക്കയിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഒളിപ്പിച്ചു വച്ചിരുന്നത് എന്നത് കൃത്യമായി സുഹൈബ് പറഞ്ഞു കൊടുത്തു. ആ സംഘം ചില ആളുകളെ അത് ശരിയാണോ എന്നറിയാൻ വേണ്ടി പറഞ്ഞയച്ചു. അതെല്ലാം ശരിയാണ്, അവിടങ്ങളിലൊക്കെ സ്വർണവും വെള്ളിയും എല്ലാം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സുഹൈബിനെ യാത്ര പോവാൻ അവർ സമ്മതിക്കുകയാണ് ചെയ്തത്. ഒരു ആയുഷ്കാലം മുഴുവനും ബിസിനസ് ചെയ്ത് അധ്വാനിച്ച് ജോലി ചെയ്ത് ഉണ്ടാക്കിയ മുഴുവൻ സമ്പത്തും ഉപേക്ഷിക്കേണ്ടി വരിക ഒറ്റ നിമിഷത്തിൽ, അതും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി. അതിമഹത്തായ ഒരു കാര്യമാണ് സുഹൈബ് ചെയ്തത്. ഇത്രയും കാലം ആ ജീവിതം മുഴുവനും സമർപ്പിച്ചുണ്ടാക്കിയ മുഴുവൻ സമ്പത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്കുള്ള യാത്രക്ക് തടസ്സമാണ് എന്ന് കണ്ടപ്പോൾ വഴിയിൽ ഉപേക്ഷിച്ച് അതെല്ലാം ഒഴിവാക്കി എറിഞ്ഞ് ഹബീബിലേക്ക് നടന്നുപോയി സുഹൈബ്. 1% പോലും സമ്പത്ത് നഷ്ടപ്പെട്ടതിൽ നിരാശ തോന്നിയില്ല അവർക്ക്. കാരണം അവരുടെ ലക്ഷ്യം അള്ളാഹുവും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിരുന്നു. അതിനുവേണ്ടി ജീവൻ തന്നെ കൊടുത്താലും അതേറ്റവും നല്ല കാര്യമാണെന്ന് അവർക്കറിയാമായിരുന്നു. മദീനയിലേക്കുള്ള ഒറ്റക്കുള്ള ആ യാത്രയിൽ പലയിടത്തും വല്ലാതെ ക്ഷീണിച്ച് പരവശനായിപ്പോയി സുഹൈബ്. പക്ഷേ ഹബീബിനോടുള്ള അടങ്ങാത്ത സ്നേഹവും അവിടുത്തെ സാന്നിധ്യത്തിലെത്താനുള്ള, അവിടെ ഒന്ന് അണയാനുള്ള ആ വല്ലാത്ത കൊതിയും അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. സുഹൈബ് ഖുബയിലെത്തിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് വന്ന് അവിടുത്തെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. ഖുബൈബിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു അത്. ലോകത്തിൻ്റെ നേതാവ് കൈകൾ രണ്ടും കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് സ്വീകരിക്കുക, അതിനേക്കാളും വലിയൊരു ഭാഗ്യം എന്താണ്? സന്തോഷം കൊണ്ട് വിടർന്ന മുഖവുമായി നിന്നുകൊണ്ട് സുഹൈബ് ഇങ്ങനെ പറഞ്ഞു, ഹബീബേ, അങ്ങയുടെ അടുത്തേക്ക് എൻ്റെ മുമ്പിൽ ആരും എത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഈ ഒരു വരവിൻ്റെ കാര്യം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയായിരിക്കും അങ്ങേക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയായിരുന്നു. സുഹൈബിൻ്റെ ആ കച്ചവടം വലിയ വിജയമായിരുന്നു. അതാണ് റസൂൽ പറഞ്ഞത്, അബൂ യഹ്യ, താങ്കളുടെ ആ കച്ചവടം വലിയ ലാഭകരമായി എന്ന് റസൂൽ പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സ്വീകരിക്കാൻ വേണ്ടി ദുനിയാവിലെ മുഴുവൻ സമ്പത്തും ഒഴിവാക്കി വലിച്ചെറിഞ്ഞ് വന്നിരിക്കുന്ന സുഹൈബ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലെത്തിയ അതേ അവസ്ഥയിൽ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ മദീനയിലേക്കും ഹബീബിനെ പ്രണയിച്ച് ആ സ്വഹാബിവരൻ യാത്ര ചെയ്തു. ആ സ്വഹാബിവരനെ സ്വീകരിച്ച്
സ്നേഹത്തോടുകൂടെ അള്ളാഹു ഖുർആനിൽ ആയത്തിൽ മഹാനവറുകൾ ഇങ്ങനെ പരാമർശിച്ചു. വമിനന്നാസി മയ്യശ്രീ നഫ്സഹു ബിത്തിഗാഅ മർളാത്തില്ലാ വല്ലാഹു റഊഫും ബിൽ ഇബാദ്. സൂറത്ത് ബഖറയിലെ 207 ആയത്ത് മഹാനവറുകളെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ടുകൂടെ ഇറങ്ങിയതാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം തേടി സ്വന്തം ജീവിതം മുഴുവനും റബ്ബിന് വേണ്ടി വിൽക്കുന്നവർ, അത് സുഹൈബ് റൂമിയായിരുന്നു. അങ്ങനെ ആ ജീവിതം ഹബീബിൽ സമർപ്പിച്ച് മുന്നോട്ട് പോയി. പിൽക്കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയോഗം അവിടത്തേക്ക് കടന്നു വന്നു. ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു കുത്തേറ്റ് വീണ ആ ഘട്ടം, പിന്നീട് അടുത്ത ഖലീഫ ആരെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് പ്രക്ഷുബ്ധമായ പല സംഭവങ്ങളും അവിടെ അരങ്ങേറിയിരുന്നു. ആ ഘട്ടത്തിലൊക്കെയും സുബഹ് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ നിയോഗിക്കപ്പെട്ടത്, ആ നിർണായക ഘട്ടത്തിൽ നേതൃത്വം കൊടുത്തത് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ആയിരുന്നു. വലിയ ധർമ്മിഷ്ഠരായിരുന്നു അവർ. കണക്കില്ലാതെ ധർമ്മം കൊടുക്കുന്നത് കണ്ട് ഒരിക്കൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അത് ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഭക്ഷണം നൽകുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹബീബിൽ ലയിച്ച് ഹബീബിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഹബീബിൻ്റെ ഓർമ്മയിൽ ആ ജീവിതം അങ്ങനെ കഴിച്ചുകൂട്ടി. നാളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ, സ്വഹാബാക്കളുടെ കൂടെ ചേർന്നിരിക്കാൻ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.